റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ PV അൻവർ രംഗത്തിറങ്ങും. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് അൻവർ. കോൺഗ്രസ് നേതൃത്വത്തെ PV അൻവർ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ മുസ്ലിം സംഘടനകളുടെ നിലപാടാണ് നിർണായകം. ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന് മുസ്ലിം സംഘടനകൾ PV അൻവറിനെ അറിയിച്ചിട്ടുണ്ട്. തോൽക്കാനാണെങ്കിൽ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് സംഘടനകൾ ചോദിക്കുന്നു. റോഷിപാൽ, അഷ്കർ അലി കരിമ്പ, VS രഞ്ജിത്ത്, മുബഷീർ P അക്ബർ എന്നിവരാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ പരാജയപ്പെടും എന്നുള്ളതാണോ PV അൻവറിന്റെ മനസ്സിലാക്കൽ? അത് ആര്യാടൻ ഷൗക്കത്തുമായി PV അൻവറിനുള്ള അകൽച്ചയാണോ അതിന് കാരണം? അതോ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം ഷൗക്കത്തിന് ഒട്ടും അനുകൂലമല്ല എന്ന PV അൻവറിന്റെ മനസ്സിലാക്കലാണോ? സ്മൃതി, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നത് ഗുണകരമല്ല എന്നാണ് PV അൻവർ ഉയർത്തുന്ന വാദം. അതിന് ഒട്ടേറെ കാരണങ്ങളും PV അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇവിടെ മുസ്ലിം സംഘടനകളുമായി അകൽച്ചയിലാണ് ആര്യാടൻ ഷൗക്കത്ത്. അതിനൊപ്പം വ്യാപാരികളുമായി ചില തർക്കങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ തിരിച്ചടിക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരായുള്ള ഒരു വികാരം വോട്ടർമാർക്കിടയിലുണ്ട്. അത് കൃത്യമായി പ്രതിഫലിക്കും. ആരെ ഇവിടെ മത്സരിപ്പിച്ചാലും, അത് ജോയി അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത്, ഈ രണ്ടുപേരിൽ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇതിൽ VS ജോയിയെ സംബന്ധിച്ചിടത്തോളം DCC അധ്യക്ഷനാണ്. ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമായിരുന്ന അവിടെ ഒരു പിൻഗാമിയായി വരട്ടെ എന്ന അഭിപ്രായം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുന്നത്. പക്ഷേ അപ്പോൾ തന്നെ PV അൻവർ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫിനെ, KPC അധ്യക്ഷനെ ഈ കാര്യം അറിയിച്ചു. പാർട്ടിയുടെ വികാരം, PV അൻവറിന്റെ വികാരം അറിയിച്ചു. നിലവിൽ മുസ്ലിം സംഘടനാ നേതാക്കളടക്കം തന്നെ അറിയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടും. വിജയിക്കുന്ന ഒരു ഫോർമുലയാണ് താൻ മുന്നോട്ട് വെക്കുന്നത്, അംഗീകരിക്കണം എന്ന ആവശ്യം കൂടിയാണ് പറയുന്നത്. മാത്രവുമല്ല VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർബന്ധം PV അൻവർ ഉയർത്തുന്നില്ല. അതിന് പകരം ആര്യാടൻ ഷൗക്കത്തല്ലാത്ത മറ്റേത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാലും വിജയിക്കും. ഇനി ആര്യാടൻ ഷൗക്കത്തിനെയാണ് മത്സരിപ്പിക്കുന്നതെങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് PV അൻവർ നൽകുന്നുണ്ട്. അതേസമയം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ UDF-ന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ആരെ മത്സരിപ്പിച്ചാലും പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഒടുവിൽ ആര്യാടൻ ഷൗക്കത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുമെന്ന് PV അൻവർ പ്രതീക്ഷിച്ചിരുന്നില്ല. VS ജോയി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു PV അൻവറിന്റെയും അനുയായികളുടെയും കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ ഇന്നലെ വൈകിട്ടോടെയാണ് തെറ്റുന്നത്. കോൺഗ്രസ് നേതൃത്വം, അത് സണ്ണി ജോസഫും VD സതീശനും സംസ്ഥാന കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങളെ ഓരോരുത്തരെയായി ടെലിഫോണിൽ വിളിച്ചപ്പോൾ അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് ഒടുവിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും. ആ പേര് ഹൈക്കമാൻഡ് നൽകാൻ തയ്യാറെടുക്കുമ്പോഴാണ് PV അൻവർ വിളിച്ച് എതിരഭിപ്രായം ഉയർത്തിയത്. തുടർന്നാണ് കൂടുതൽ ചർച്ചകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. അങ്ങനെ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ ആശയവിനിമയം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കാനുള്ള സാധ്യതയുമുണ്ട്. ആരെ മത്സരിപ്പിക്കണമെന്നതിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ 11 മണിയോടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് നേരത്തെ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു എതിരഭിപ്രായം PV അൻവർ ഉയർത്തിയ സാഹചര്യത്തിൽ അൻവറിനെ പിളക്കാതെ ഒരു ഐക്യത്തോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, UDF-ലാകട്ടെ എല്ലാവരുടെയും മതിപ്പുള്ള, വിജയിക്കുമെന്ന ആത്മവിശ്വാസമുള്ള ഒരാളെ നിലമ്പൂരിൽ മത്സരത്തിന് ഇറക്കുക എന്ന തീരുമാനമാണ് കോൺഗ്രസിന്. ആരെങ്കിലും പിണക്കി, ആരെങ്കിലും മനസ്സ് വിഷമിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ്. സമയമുണ്ട്. അതുകൊണ്ട് എല്ലാവരുമായി സംസാരിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുകയാണ്. സ്മൃതി.